എൻ്റെ ഓഫീസിൽ ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. അദ്ദേഹത്തിന് 9 PhD ഉണ്ട്, 5 മാസ്റ്റേഴ്സ് ഉണ്ട്. എനിക്കതിനകത്ത് അഭിനന്ദിക്കാൻ ഒരു മടിയില്ല, എന്നാലും എനിക്കൊരു വേദനയുണ്ട്. ഈ കാലഘട്ടം അപ്പോഴും മുഴുവൻ അദ്ദേഹം ജോലി ചെയ്തിട്ടില്ല, കരിയർ ചെയ്തിട്ടില്ല, പഠിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് സമൂഹത്തിന് വലിയൊരു ലയബിലിറ്റിയാണ്. ജോലി ചെയ്തുകൊണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ എഴുന്നേറ്റ് നിന്ന് വന്നിച്ചു. നിങ്ങളെ ഞാൻ ജോലിക്ക് എടുക്കില്ല, കാരണം നിങ്ങൾ പഠിക്കുന്നതിന് ഒത്തിരി താല്പര്യമുള്ളതാണ്, പക്ഷെ നിങ്ങൾ ഭയങ്കര സെൽഫിഷാണ്. യു നോട്ട് ഗിവിങ് എനിത്തിങ് ബാക്ക്. യു ലേൺഡ് എ ലോട്ട്. ലോകവ്യാപകമായിട്ട് 2 ലക്ഷത്തിലധികം സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എല്ലാ വർഷവും. 2 ലക്ഷം? 1-2 ജവഹർലാൽ നെഹ്റു സ്കോളർഷിപ്പ് US അവൈലബിൾ ആണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ചെറുപ്പക്കാർ ഇതുപോലുള്ള പരീക്ഷകളെ കുറിച്ച് അറിവുള്ളവരാണോ, അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അറിവില്ല എന്നൊരു സത്യം ഉണ്ട്. IBM ഏകദേശം 8000 പേരെയാണ് പിരിച്ചുവിട്ടത്. ഇവരുടെയൊക്കെ പിരിച്ചുവിടുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു സിവിൽ സർവീസ് പരീക്ഷയുടെയൊക്കെ പ്രത്യേകത, അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ പ്രത്യേകത, റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ആയിക്കഴിഞ്ഞു. പിന്നീടുള്ള നിങ്ങളുടെ ട്രെയിനിങ് ആകട്ടെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ്, നിങ്ങളുടെ യാത്രകൾ ഗവൺമെൻറ് ചിലവിലാണ്. പക്ഷെ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനത്തിനെ സേവിക്കുന്നതിനുള്ളതാണ്, അല്ലാതെ വലിയ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഗവൺമെൻറ് ഈ മെക്കാനിസം മുഴുവൻ നമുക്ക് തരുന്നത്. നമുക്ക് ഈ മത്സര പരീക്ഷകൾ, ജോലി സാധ്യതയുള്ള പരീക്ഷകൾ, നമുക്ക് പഠിക്കാൻ നമുക്ക് ആനുകൂല്യങ്ങൾ, എൻഡോമെൻറ്റ്സ് പോലെയുള്ള, സ്കോളർഷിപ്പ് പോലെയുള്ളത് കിട്ടുന്ന പരീക്ഷകൾ, ഇതിനെ നമുക്ക് മൂന്നിനെയും സെപ്പറേറ്റ് ചെയ്തൊന്ന് സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും അത് കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മത്സര പരീക്ഷകളെ തന്നെ, ഇതെല്ലാം മത്സര പരീക്ഷകളുടെ കാറ്റഗറിയാണ്. നമ്മൾ ഈ ബോർഡ് എക്സാം കഴിഞ്ഞ് കാണുന്ന പരീക്ഷകളെയെല്ലാം നമ്മൾ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പൂളിലേക്ക് ഇന്ത്യയിലാകമാനമുള്ള വിദ്യാർത്ഥികളെ ഇൻവൈറ്റ് ചെയ്യുന്ന എക്സാംസ് അല്ല. അതുകൊണ്ടാണ് കോമ്പീറ്റൻസിയാണ് അവിടുത്തെ ഫാക്ടർ. നമ്മുടെ നോളജ് അസസ്മെൻ്റ് എല്ലാം നമ്മുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എല്ലാം നമ്മൾ മനോഹരമായിട്ട് പാസ്സാകുന്നവരാണ്. മത്സര പരീക്ഷകളെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാം. അത് ഒന്ന് എൻട്രൻസ് എക്സാംസാണ്. പിന്നെ എല്ലാ മത്സര പരീക്ഷകൾ തന്നെ. എൻട്രൻസ് എക്സാംസ് എന്ന് പറയുന്നത് പലപ്പോഴും 10th ഗ്രേഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 8th ഗ്രേഡ് കഴിയുമ്പോൾ തൊട്ട് ഇതുപോലുള്ള എൻട്രൻസ് എക്സാംസ് വരും. ഞാൻ പറയും, നവോദയയിലേക്ക് പ്രവേശനം കിട്ടണമെന്നുണ്ട് 6ാം ക്ലാസ്സിലുള്ള എക്സാം, അവിടെ തൊട്ട് തുടങ്ങും നമ്മൾ. പക്ഷെ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുക, എൻട്രൻസ് എക്സാമുകൾ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മെക്കാനിസം. അത് IIT-യിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ JEE എഴുതണം, മെഡിക്കൽ കോളേജിൽ കിട്ടണമെങ്കിൽ NEET എഴുതണം, അല്ലെങ്കിൽ നല്ല ലോ കോളേജിൽ കിട്ടണമെങ്കിൽ CLAT എഴുതണം, നല്ല MBA അല്ലെങ്കിൽ IIM പോലുള്ള സ്ഥാപനങ്ങളിൽ എഴുതണമെങ്കിൽ CAT എഴുതണം. അങ്ങനെ വ്യത്യസ്ത മത്സര പരീക്ഷകൾ പലപ്പോഴും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അതിന് ഇത്രയധികം ആളുകൾ അതിൻ്റെ പിന്നാലെ നിൽക്കുക എന്ന് വെച്ചാൽ, IIM-ൽ കിട്ടി, ഐ എം ഡൺ, മൈ കരിയർ ഈസ് അതർവൈസ് ഓൾസോ. അത് കരിയർ പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മികച്ച ലോ കോളേജിൽ കിട്ടി, അതോടുകൂടി നിയമം എന്താ പറയുക, ആ മേഖലയിൽ എൻ്റെ കരിയർ ഡൺ. രണ്ടാമത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത് ഒരു പരീക്ഷ, സ്ട്രെയിറ്റ് അവേ കരിയർ. ഇപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാം പാസ്സാകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വരുന്ന ഒരു 100-150 റാങ്ക് ഹോൾഡേഴ്സ് IAS-കാരാണ്. അതിൻ്റെ താഴെ വരുന്നവരെല്ലാം IPS, അല്ലെങ്കിൽ റെയിൽവേ സർവീസ്, ടെലികോം സർവീസ്, ഒത്തിരി സർവീസുകളുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ് PSC ലെവലിലാണെങ്കിൽ പോലും ധാരാളം പരീക്ഷകളുണ്ട്. നമ്മളൊരു ഡെപ്യൂട്ടി തഹസീൽദാരുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ നേരെ നമ്മൾ തഹസീൽദാർ ആകുകയാണല്ലോ, അല്ലെങ്കിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വില്ലേജ് ഓഫീസർ ആകാൻ വേണ്ടി എഴുതുകയാണ്. ബാങ്ക് മാനേജർ ആകണമെന്നുണ്ട്, RBI 2 എഴുതുമ്പോൾ നമ്മൾ നേരെ ബാങ്ക് മാനേജർ ആകുകയാണ്, സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരീക്ഷകളെ നമ്മൾ പറയുക കരിയർ കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്നാണ്. ഇത് 2ആയിട്ട് തിരിച്ചറിയുക. നേരത്തെ എന്നോട് ഗോവിന്ദൻകുട്ടി ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സ്കോളർഷിപ്സ് ആണ്. അത് ഭയങ്കര സാധ്യതകളാണ്. അത് കുട്ടികളെ വല്ലാണ്ട് എന്താ പറയുക, വല്ലാണ്ട് സെൽഫ് മോട്ടിവേഷൻ നടക്കുന്ന എക്സാംസാണ്. കാരണം സാമ്പത്തികമായ സഹായമല്ല സ്കോളർഷിപ്പ് എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ 1st, 2nd ഗ്രേഡ് കൂടി പഴയ PCM എക്സാം മുതൽ എഴുതി വരുമ്പോഴത്തേക്ക് സ്കോളർഷിപ്പ് സ്കൂളിൽ മേടിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ചില ഈ സ്കോളർഷിപ്സ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് എക്സാംസിലൂടെ, ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് പോലുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച സ്കോളർഷിപ്പ്. ഞാൻ വേറൊരു രീതിയിൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ 1000 രൂപ മുതൽ ഒരു 5 കോടി രൂപ വരെ സ്കോളർഷിപ്പ്, സാമ്പത്തികമായിട്ട് സ്കോളർഷിപ്പ് കിട്ടുന്ന പരീക്ഷകളുണ്ട്. പക്ഷെ അവിടെ പ്രധാനം പണമല്ല, പണത്തെക്കാൾ ഉപരി ദേ ആർ ഗോയിങ് ടു സിറ്റ് വിത്ത് എൻ എലൈറ്റ് ക്രൗഡ്. അവർ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സെറ്റ് ഓഫ് കുട്ടികളെ ഒരുമിച്ചിരിക്കുന്ന ക്ലാസ് റൂം ഒന്ന് ആലോചിച്ച് നോക്കും.
നമ്മൾ വളരെ ചിലപ്പം അഭിമാനത്തോടെ പറയും, ഞാൻ ഐസക് ന്യൂട്ടൺ ഇരുന്ന ക്ലാസ് റൂമിലായിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ചില ക്യാമ്പസിലെ കുട്ടികൾ. ദാറ്റ് ഈസ് സംതിങ് അമേസിങ്. അപ്പോൾ അവിടെ അതുപോലുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മികച്ച സ്കോളർഷിപ്പോടുകൂടി ലോകത്താകമാനമുള്ള വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ട് സൗജന്യമായി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം 300, 400, 500 പേറ്റൻസ് ഉള്ളവരാണ്. ഈ പേറ്റൻസ് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് റിസർച്ച് ചെയ്ത് പുതിയൊരു കണ്ടുപിടുത്തം നമ്മൾ നടത്തുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയാണ് പേറ്റൻറ്റ് ക്ലെയിം ചെയ്യുക. ഇൻഡിവിജ്വലി നമ്മളാണെങ്കിൽ പോലും ആസ് എ യൂണിവേഴ്സിറ്റി അവർക്ക് ആ പേറ്റൻറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ പേറ്റൻ്റ് എന്ന് പറയുന്നത് എന്താ? ഒരാൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ വോൾവോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? വോൾവോ കാറിൻ്റെ പ്രത്യേകത, സേഫസ്റ്റ് കാറാണ്. സേഫസ്റ്റ് കാർ. സീറ്റ് ബെൽറ്റ് അവരാണ്. സീറ്റ് ബെൽറ്റ് കണ്ടുപിടിച്ചത് അവരാണ്. ഈ സീറ്റ് ബെൽറ്റ് കണ്ടുപിടിച്ചതിൻ്റെ പേറ്റൻറ്റ്, വോൾവോയെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേറ്റൻറ്റ് വേണ്ട എന്ന് തീരുമാനിച്ച് ലോകത്തുള്ള എല്ലാ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും അവരത് ഫ്രീ ആയിട്ട് കൊടുത്തു. അവർക്ക് പേറ്റൻറ്റ് കൊടുക്കണ്ട സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ. പക്ഷേ മറ്റേത് പ്രൊഡക്റ്റ് എടുത്താലും അതിൻ്റെ പ്രൈസിങ്ങിൽ ഒരു പേറ്റൻറ്റ് കമ്പോണൻറ്റ് കിടപ്പുണ്ട്. ആ കമ്പോണൻറ്റ് പോകുന്നത് ഇത് കണ്ടുപിടിച്ചവർക്കാണ്. നിങ്ങൾ ബുക്ക് എഴുതുന്നവരാണല്ലോ, നിങ്ങളുടെ റോയൽറ്റി DC ബുക്സ് ബുക്ക് വിറ്റാലും ആര് ബുക്ക് വിറ്റാലും നിങ്ങളുടെ റോയൽറ്റി നിങ്ങൾക്ക് കിട്ടും, ഇല്ലേ? അതൊരു പക്ഷേ വാങ്ങുന്ന കസ്റ്റമർ അറിയുന്നില്ലെങ്കിൽ പോലും അതിന് ഒരു പേറ്റൻ്റ് ഉണ്ട്. ആ പേറ്റൻ്റ് ഇൻക്ലൂഡഡ് ആണ് ബുക്കിൻ്റെ പ്രൈസ്. അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല. അപ്പോൾ പ്രധാനമായിട്ടും വലിയ സ്കോളർഷിപ്പുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികൾക്ക് ആലോചിച്ച് നോക്കൂ, 1000-400 പേറ്റന്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി, മാർവാടി യൂണിവേഴ്സിറ്റി ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും വിദേശത്തുള്ള വലിയ യൂണിവേഴ്സിറ്റികൾക്കൊക്കെയാണ് അത്രയും വലിയ എമൗണ്ടുകൾ. അപ്പോൾ അവർ നോക്കുന്നത് ഏറ്റവും മികച്ച കുട്ടികളെ അവർ തന്നെ ഫണ്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്, വീണ്ടും മികച്ച കണ്ടുപിടുത്തങ്ങളും വലിയ വലിയ കോൺസെപ്റ്റുകളും ലോകത്തിന് സമർപ്പിക്കുകയും ആ പേറ്റന്റ് കിട്ടുന്ന പണം കൊണ്ട് വീണ്ടും ഒരു സെറ്റ് ഓഫ് ഇന്റലക്ച്വൽസിനെ കണ്ടെത്തി അവരെ വീണ്ടും സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ്. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച ഈ വലിയ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്സിനെ കുറിച്ച്. രസകരമായ കാര്യം, അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു സ്കോളർഷിപ്പ് US അവൈലബിൾ ആണ്. US ഓഫർ ചെയ്യുന്നുണ്ട്. സ്കോളർഷിപ്പിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ലോകവ്യാപകമായിട്ട് 2 ലക്ഷത്തിലധികം സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എല്ലാ വർഷവും. 2 ലക്ഷം? 1-2 വർഷം. ഇത് ഈ 2 ലക്ഷം സ്കോളർഷിപ്പിൻ്റെ ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ പറ്റി നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ കഴിയില്ലേ? ഇന്നത്തെ കുട്ടികൾ അക്കാര്യത്തിൽ ഒത്തിരി ഈശ്വരാധീനമുള്ളവരാണ്. നമുക്കൊന്നും ആ സാധ്യതകളില്ലായിരുന്നു. ഇന്ന് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു AI ആപ്പിനോട് ചുമ്മാ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയുടെ ടാലൻറ്റിനും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസരിച്ചിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പ് എക്സാംസിൻ്റെയും ലിസ്റ്റ് വരും, എങ്ങനെ പഠിക്കണമെന്ന് വരും. അവർക്ക് ആ സമയത്ത് വരുന്ന ഒരു ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ട്. അത് ആ മേഖലയിലെ മികച്ച മെൻറ്റേഴ്സ് അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ മോക്ക് എക്സാംസ് ഒക്കെ എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പലപ്പോഴും ഈ മത്സര പരീക്ഷകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരുപക്ഷെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ എൻ്റെ കഴിഞ്ഞ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം, അതെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയം എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാം. ഈ എക്സാം ആണെങ്കിൽ പോലും നമുക്ക് വേണ്ടത് പഠിപ്പിക്കാൻ ആൾക്കാരെ അല്ല, നമുക്ക് നമ്മളെ മെൻറ്റർ ചെയ്യാൻ ആൾക്കാർ വേണം, നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാർ വേണം, നമുക്കൊരു റോഡ് മാപ്പ് കൃത്യമായിട്ട് കാണിച്ചു തരാൻ, അതിന് വേണ്ട നമ്മുടെ ടാലൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ. ചില ടാലൻസ് ഒന്നും നമുക്ക് കാണില്ല, അതിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം. അതിനെയാണല്ലോ റിയലി സ്പീക്കിംഗ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് കരിയേഴ്സിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാംസിൽ നമ്മൾ ഗവൺമെൻറ് എക്സാംസിനെ കുറിച്ച് മാത്രം, ഗവൺമെൻറ് കരിയേഴ്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട എക്സാംസ് ആണ് UPSC അല്ലെങ്കിൽ SSC, റെയിൽവേ, പോസ്റ്റൽ, ടെലികോം. ഇങ്ങനെ ഒരു വർഷം ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഓപ്പണിങ്സ്, എവറി ഇയർ ഓപ്പണിങ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓപ്പണിങ്സ് മാത്രം ഏകദേശം 4 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ്. ഇത്രയും വലിയ റേഞ്ച് വ്യത്യാസം വരുന്നത് എല്ലാ വർഷവും ഓപ്പണിങ്സിന് എപ്പോഴും വ്യത്യാസമുണ്ട്. കാരണം അതിന് റിട്ടയർമെൻറ്റും പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാം ഒരു ഫാക്ടറാണ്. രാജ്യം വികസിക്കുന്നതനുസരിച്ച് ഇന്ത്യ മഹാരാജ്യം ഒരു സമ്പന്ന രാഷ്ട്രമാകാനുള്ള കുതിപ്പിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പണിങ്സ് കൂടിക്കൊണ്ടേയിരിക്കും.
ഒരുപക്ഷെ ഒരു 5 വർഷം മുമ്പ് കിഫ്ബി നമ്മൾ കേട്ടിട്ടില്ല, അതെ. 5 വർഷം മുമ്പ് മെട്രോ നമ്മൾ കേട്ടിട്ടില്ല. അവിടെയും എല്ലാം കിട്ടുന്നത് അങ്ങനെ തന്നെയല്ലേ. ഇവൻ ദോ ദ നേച്ചർ ഇസ് ഡിഫറെന്റ്. പുതിയ പുതിയ പോർട്ടുകൾ, പുതിയ പുതിയ പോർട്ടുകൾ വരുന്നു, പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് വരുന്നത് മുഴുവൻ ഗവൺമെന്റ് ചെയ്യുന്ന ഡെവലപ്മെന്റ്സിലേക്ക് എടുക്കുന്നവരെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ. അപ്പം അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി മികച്ച ഏജൻസികളുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാകാം, എല്ലാ സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻസ് ഉണ്ട്, റെയിൽവേക്ക് സെപ്പറേറ്റ് ഉണ്ട്, ടോപ്പ് ഇതുപോലുള്ള എന്താ പറയുക പോസ്റ്റലുണ്ട്, ടെലികോം ഉണ്ട്, ഇങ്ങനെ ധാരാളം മേഖലകളുണ്ട്. അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ, അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 8 to 10 lakhs എടുത്തോളൂ. ഇത്രയും വലിയ റേഞ്ചിൽ നിന്ന് നമുക്കൊരു ഓൺ ആൻ ആവറേജ് 8 മുതൽ 10 ലക്ഷം വരെയുള്ള ജോലി സാധ്യതകളുള്ള, വളരെ കൺസിസ്റ്റൻസിയുള്ള, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം സാലറിയോടൊപ്പം തന്നെ അത്യാവശ്യം ഡിഗ്നിറ്റിയും പവറുമൊക്കെ ഉള്ള ഒരു മേഖല ഇവിടെ ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻസ്, മെയിൻലി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, നിർഭാഗ്യവശാൽ നമ്മുടെ ചെറുപ്പക്കാർ ഇതുപോലുള്ള പരീക്ഷകളെക്കുറിച്ച് അറിവുള്ളവരാണോ, അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അറിവില്ല എന്നൊരു സത്യം ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ബാങ്ക് ടെസ്റ്റും PSCയും മാത്രം അറിയാവുന്ന ഒരു തലമുറയിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും നമ്മുടെ യുവാക്കൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഇൻഫർമേറ്റീവ് കണ്ടന്റായി തന്നെ നിങ്ങൾ ഓരോരുത്തരും കാണണം. ഇത്രത്തോളം സാധ്യതകൾ ഉള്ളത് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും തീർച്ചയായിട്ടും, പക്ഷെ അറിയാത്തവർക്ക് ഒരു മാർഗനിർദ്ദേശമായി സ്വീകരിക്കാവുന്നതാണ്. നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളെക്കുറിച്ച് ഞാൻ ഇന്ത്യയിലാകമാനം ഏകദേശം 500-ലധികം കോമ്പറ്റീറ്റീവ് എക്സാംസ് ഉണ്ട് എല്ലാ വർഷവും നടത്തപ്പെടുന്നു. ഗവൺമെന്റ് സെക്ടറിൽ മാത്രം ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയധികം എക്സാംസ് ഉണ്ട്. ഒരു കുട്ടിക്ക് 500 വരെ എഴുതാം. അത്ര വേണേലും എഴുതാം. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരേ എക്സാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ. ഒത്തിരി എക്സാംസ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നവയാണ്. ഒറ്റ പ്രാവശ്യം എഴുതിയതുകൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന എക്സാംസ് വളരെ കുറവാണ്, വീണ്ടും അപ്ലൈ ചെയ്യും. പക്ഷേ ഇതിനകത്തൊരേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രീമിയം എന്ന് പറയപ്പെടുന്ന UPSCയുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ പോലും അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറയാമോന്ന് എനിക്കറിയില്ല, എൻ്റെ ഓഫീസിൽ ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. അദ്ദേഹത്തിന് 9 PhD ഉണ്ട്, 5 മാസ്റ്റേഴ്സ് ഉണ്ട്, വയസ്സ് ഏകദേശം എന്നെക്കാളും കൂടുതലാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വരാനായിട്ട് ഏകദേശം ഇൻ്റർവ്യൂവിന് വരുന്നത് 3-ാമത്തെ റൗണ്ടിലാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു 1.5 മണിക്കൂറോളം നമ്മുടെ സ്ഥാപനത്തിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മാത്രം കുട്ടികളുണ്ടായിരുന്നു, കുട്ടികളല്ല കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം നമ്മളെ കാണുമ്പോൾ എൻ്റെ അതിശയം അല്ലെങ്കിൽ എൻ്റെ സങ്കടം, ഇത്രയധികം വിദ്യാഭ്യാസം അദ്ദേഹം നേടുന്നത്. അദ്ദേഹം ഒരു ഭയങ്കര ലേണിംഗ് ആസ്പിരൻ്റാണ്. ഐ ട്രൂലി 100% അപ്രീഷിയേറ്റ്. എനിക്കതിനകത്ത് അഭിനന്ദിക്കാൻ ഒരു മടിയില്ല. എന്നാലും എനിക്കൊരു വേദനയുണ്ട്. കാരണം ഈ കാലഘട്ടം മുഴുവൻ അദ്ദേഹം ജോലി ചെയ്തിട്ടില്ല, കരിയർ ചെയ്തിട്ടില്ല, പഠിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് സമൂഹത്തിന് വലിയൊരു ലയബിലിറ്റിയാണ്. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. മാതാപിതാക്കളും കുടുംബത്തിനും സമൂഹത്തിനും സർവോപരി ഗവൺമെൻറ്റിനും നമ്മൾ ലയബിലിറ്റി ആവും. അല്ലെങ്കിൽ കാരണം ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുഴുവൻ മെക്കാനിസം എന്തുമാത്രം പണമാണ് ഗവൺമെൻറ് മുടക്കുന്നത്. ടാക്സ് എമൗണ്ട് ആണല്ലോ. എയ്ഡഡ് അധ്യാപകർ മുഴുവനും ഗവൺമെൻറ് സർവൻസ് അല്ലേ. അപ്പോൾ ഇത്രയും ഹീസ് നോട്ട് ഗിവിങ് ബാക്ക് എനിത്തിങ്. സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ എഴുന്നേറ്റ് നിന്ന് വന്നിച്ചു. ഞാൻ വളരെ എന്താ പറയുക സങ്കടത്തോടുകൂടി അദ്ദേഹത്തിനോട് എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തി. നിങ്ങളെ ഞാൻ ജോലിക്ക് എടുക്കില്ല, കാരണം നിങ്ങൾ പഠിക്കുന്നതിന് ഒത്തിരി താല്പര്യമുള്ള, പക്ഷെ നിങ്ങൾ ഭയങ്കര സെൽഫിഷാണ്. യു നോട്ട് ഗിവിങ് എനിത്തിങ് ബാക്ക്, യു ലേൺഡ് എ ലോട്ട്. പക്ഷെ ഇത് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ല സമൂഹത്തിന്. നമുക്ക് സമൂഹം തരുന്നത് സമൂഹത്തിന് തിരിച്ച് എന്താ പറയുക, മരിക്കുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കാൻ ഒരു ബാധ്യതയുണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല, അത് വേറൊരു കാര്യം. പക്ഷേ അതൊരു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ. അപ്പം ഞാൻ പറയുന്നത്, പഠിക്കുക, ഒരു ഗവൺമെൻറ് എക്സാംസിലേക്ക് അല്ലെ ഒരു മത്സര പരീക്ഷ പാസ്സായി ഒരു നല്ല ജോലിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും
ഒരിക്കലെങ്കിലും അത് UPSC തന്നെ ആകണമെന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഫോറസ്റ്റ് സർവീസ് എടുക്കുന്നവർ അത് വേറെ എക്സാമാണ്. അപ്പോൾ അവർക്ക് ആ മേഖല ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മെട്രോ മാനെ പോലെ എൻജിനീയറിങ് കഴിഞ്ഞ് IAS എടുക്കാം, അത് മറ്റൊരു എക്സാമാണ്. അപ്പം ഈ പ്രീമിയം തന്നെ ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. നമുക്കിഷ്ടമുള്ള മേഖല കണ്ടെത്തി ആ പരീക്ഷ എഴുതിയാൽ മതി. പക്ഷെ ഒരിക്കലെങ്കിലും അത് എഴുതിയിട്ട് അത് നേടിയിട്ട് അത് കഴിഞ്ഞ് പ്രൈവറ്റ് സെക്ടറിൽ പോകാമല്ലോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഐ ആം ഓൾസോ എലിജിബിൾ ഇനഫ് ടു സെർവ് ദിസ് കൺട്രി എന്ന് പറയുന്നത് ഭയങ്കര ഡിഗ്നിറ്റി ഇല്ല. അപ്പം അതിന് ശ്രമിക്കണം. അപ്പം ഗവൺമെൻറ് എക്സാംസിൽ ഞാൻ നേരത്തെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, എക്സാമുകളുടെ എണ്ണം 500-ലധികം ഉണ്ടെന്ന് പറഞ്ഞു, ഓപ്പണിങ്ങുകളുടെ എണ്ണം 10 ലക്ഷത്തിലധികമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇരിക്കട്ടെ, ഇതൊക്കെയാണെങ്കിൽ പോലും ഇതിൽ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കേട്ടാലും ഞെട്ടിപ്പോവും. അതിലും ഒരു സങ്കടകരമായ കുഴപ്പം നമ്മൾ കാണുന്നത്, നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ ഈ ഗവൺമെൻറ് എക്സാംസിനോടൊക്കെ ഒരു ചെറിയ പുച്ഛമുണ്ട്, ഗവൺമെൻറ് കരിയേഴ്സിനോട്. പ്രൈവറ്റ് ജോബ് കിട്ടുന്നവർക്ക് കിട്ടുന്ന ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ കുട്ടിയേക്ക് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷൻ ചിലപ്പോൾ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം നോക്കുന്നത് സംബഡി ഈസ് വർക്കിംഗ് ഇൻ IBM ഓർ എന്താ പറയുക ഇൻഫോസിസ്, TCS ഓർ എനി കോർപ്പറേറ്റ്, അതിന് കുറച്ചും കൂടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് കളർഫുൾ ആണ്. ആ ഒരു ലെയറിലല്ലേ ഉള്ളൂ. താഴെ ഗവൺമെൻറ് ജോബിന് ഭയങ്കര ഡിമാൻഡ് അല്ലേ? ഗവൺമെൻറ് ജോബിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ വളരെ വലുതാണ്. അത് ഞാൻ ഇങ്ങനെ തന്നെ പറയാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചു കാണും, TCS ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാങ്കിങ് ഉള്ള എംപ്ലോയർ, ബെസ്റ്റ് എംപ്ലോയർ എന്ന് ചോദിച്ചു. 7000 പേരെ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് തൊഴിൽദാതാവാണ്. IBM ഏകദേശം 8000 പേരെയാണ് പിരിച്ചുവിട്ടത്. EY ഒത്തിരി കമ്പനി പുതിയ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ പിരിച്ചുവിടുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏത് പ്രൈവറ്റ് സെക്ടറിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ കോർപ്പറേറ്റ്സിന് വല്ല പ്രത്യേകതയുണ്ട്, നോട്ടീസ് പോലും കാണത്തില്ല. വെള്ളിയാഴ്ച വൈകിട്ടൊരു മെയിൽ വരുമ്പോഴാണ് ശനിയാഴ്ച രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം പോകും. ഒറ്റ മെയിലേ വരത്തുള്ളൂ, പാതിരാത്രിയിലേ വരത്തുള്ളൂ. അത് പാതിരാത്രിയിലേ വരത്തുള്ളൂ. രാവിലെ എഴുന്നേക്കുന്നതോടുകൂടി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും. കാര്യം അതിന് മാത്രം EMI, കാര്യം പാക്കേജ് എപ്പോഴും കൂടുതലല്ലേ. സാധാരണ ഒരു 50,000 രൂപ സാലറി ഉള്ളവരുടെ EMI അല്ലല്ലോ 5 ലക്ഷം രൂപ സാലറി ഉള്ളവരുടെ. അവരുടെ ലൈഫ് സ്റ്റൈല് അങ്ങനെ തന്നെയാണല്ലോ. ഈ ലൈഫ് സ്റ്റൈല് ബിൽഡ് ചെയ്യുന്നത് ഭയങ്കര സുഖം. ഇതിന് നമുക്ക് താഴോട്ട് വരാൻ പറ്റില്ല. ഈ മണർകാട് വാപ്പനെ കുറിച്ച് നമ്മൾ പറയുന്ന പോലെ, ദൈവമേ ഇല്ലാത്തവനൊന്നും കൊടുത്തില്ലേലും ഉള്ളവന്റെ കയ്യിൽ നിന്നും എടുക്കരുത് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നൊരു വലിയ പ്രാർത്ഥനയായത്. ഒരു ഭയങ്കര ഫാക്ടല്ലേ. അതാണ് സംഭവിക്കുക. അവർക്ക് വലിയ പാക്കേജ് കിട്ടുന്നു, ഒരു സുപ്രഭാതം. അത് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അല്ലെ നിങ്ങൾ അങ്ങനത്തെ ആളായിരിക്കണം. വളരെ പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലുള്ള മേഖലയിൽ ഓഫർ ലെറ്റർ തരുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം, പക്ഷെ ഡിസ്മിസ് ചെയ്യാൻ പറ്റത്തില്ല. വെരി ഫ്യൂ പീപ്പിൾ അത്രയ്ക്ക് വലിയ ക്രിമിനൽ ആയിരിക്കും. ബോൺ ക്രിമിനലൊക്കെ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇത്രയും സാധ്യതകളെ പറ്റി പ്രേക്ഷകർക്ക് അറിയാൻ ഒരു ഓപ്ഷനോട് കൊടുക്കണം. തീർച്ചയായിട്ടും ഇത്രയും സാധ്യതകളെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാനായിട്ടൊരു നല്ല കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ മേഖലകളെക്കുറിച്ചെല്ലാം ഓരോ എക്സാംസിലും വളരെ ചെറിയ രീതിയിൽ എന്താണ് ഒരു പരീക്ഷ, ആ പരീക്ഷയിൽ കിട്ടുന്ന ജോലി എന്താണ്, അതിൻ്റെ പാക്കേജ് എന്താണ്, അതിൻ്റെ ജോലിയുടെ സ്വഭാവം എന്താണ്, എന്തൊക്കെ സബ്ജക്റ്റാണ് ആ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, ഇങ്ങനെ ഒരു എന്താ പറയുക, കാരണം ഇത് ഇറ്റ്സ് ടു ലെങ്തി, അങ്ങനെ ഒരു എന്താ പറയുക അറിവ് കൊടുക്കുന്നതിന് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. കേരളത്തിൽ സംഭവിക്കുന്നത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയല്ല. ഗവൺമെന്റ് ജോബിനോടുള്ള പ്രണയം വളരെ വലുതാണ്. ഒന്ന് ഈ കൃഷിക്ക് പോകും, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ്. രണ്ട് കാരണം തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. സ്വാഭാവികം. അല്ല, അത് എന്താ പറയാ, ആ ഹെറിഡിറ്ററിയിൽ നിൽക്കുന്നവർ അതിനെ പോകും. തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാർക്ക് അത് വലിയ തെക്കോട്ടുകാർ അവരാണല്ലോ കൂടുതലും അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഭാഗമായിരുന്നവർ. അതൊരു ബ്ലഡ് ലൈനാണ്. അതിന് കാരണമുണ്ട്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപക്ഷെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ജനമാണ്. ഒന്നുകിൽ ഒരു ചെറിയ വിഭാഗം ഒരു വലിയ വിഭാഗത്തിനെ അടിച്ചമർത്തി നിർത്തതല്ലേ. അപ്പം ഇവിടെ കമ്മ്യൂണിസം പോലുള്ള കാര്യങ്ങൾ വളർന്നു. അവിടെ അതിനേക്കാളും ബെസ്റ്റ് ടൂളാണ് ഗവൺമെന്റ് സർവീസിൽ വരിക. പിന്നെ ഇവരും ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ്. വില്ലേജ് ഓഫീസറും കൂടെ വിചാരിച്ചാലല്ല ഈ പറഞ്ഞ് എന്താ റിസർവ് തൊട്ട് വരുമ്പം തഹസീൽദാർ പിക്ചറിൽ വരും. എത്ര വലിയ ജമീന്ദാർ ആണെങ്കിലും പേടിപ്പിക്കാവുന്നിടത്ത് പേടിപ്പിക്കാം, അല്ലാത്തടത്ത് ദേ ആർ ഗെറ്റിംഗ് ദ പ്രിവിലേജ്. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ഒരു ഫെലിസിറ്റേഷൻ സെറമണി ഡൽഹിയിൽ നടക്കാറുണ്ട് പാസ്സായ വിദ്യാർത്ഥികളുടെ. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് മജോറിറ്റിയും നോർത്ത് ഇന്ത്യൻസാണ്. അവരെല്ലാം വരുന്നത് തന്നെ വളരെ
സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളെയാണ് നമ്മൾ ഈ ഓഫീസേഴ്സായിട്ട് വരുന്നത് നമ്മൾ കാണുന്നത്. അവരുടെ മാതാപിതാക്കളും കൂട്ടത്തിൽ വരും നമ്മുടെ പ്രോഗ്രാമിന്. അപ്പോൾ നമ്മൾ കാണുന്നത് അവരെ കാണുമ്പോഴേ നമുക്കറിയാം, നമുക്ക് ഒത്തിരി സന്തോഷം വരും. യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഹൗ എ ഫാമേഴ്സ് വരുന്ന ഒരു രീതി ഉണ്ടല്ലോ. അവരൊരാളല്ല, അവരുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പനമ്മ മാത്രമല്ല, ഒരു ഗ്രാമമാണ്. ഒരാളുടെ വിജയം ആഘോഷിക്കുന്ന ഒരു പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പം അത്രയ്ക്ക് എന്താ പറയുക, ആ ഒരു വലിയ വ്യത്യാസം, ഒരു വലിയ അന്തരം നോർത്തും സൗത്തും ആയിട്ടുണ്ട്, എക്സ്പെഷ്യലി കേരളത്തിലുണ്ട്. നമ്മൾ ആ അന്തരം കുറയ്ക്കാനായിട്ട് ഇതുപോലുള്ള മാധ്യമങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതാണ്. മത്സര പരീക്ഷകൾ കുട്ടികൾ ഒരിക്കലെങ്കിലും എഴുതുന്നത് 2 ഗുണമാണ്. പരീക്ഷയിൽ ജയിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും കോമ്പീറ്റൻസിയും എല്ലാം വേറൊരു തലത്തിലേക്ക് വരും. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, UPSC സിവിൽ സർവീസ് എക്സാം നിങ്ങളൊരു വർഷം ശ്രമിക്കുകയോ 2 വർഷം ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മത്സര പരീക്ഷ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ബാങ്ക് ആകാം, റെയിൽവേ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മെൻ്റലി യു ആർ പ്രിപ്പയർഡ് ഇനഫ് ടു എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ഇൻ ഒളിമ്പിക്സ് ആണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ് എന്താ പറയുക ജില്ലാതലത്തിലൊരു ഓട്ടം വന്ന് നിങ്ങൾ പേടിക്കത്തൊന്നുമില്ല. ഒളിമ്പിക്സിന് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും അല്ലെങ്കിൽ നാഷണൽ ലെവൽ പോലും വളരെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യും അല്ലേ? അത്രയ്ക്കും വലിയൊരു നോളജ് ബാങ്ക് അക്വയർ ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പം അതുകൊണ്ട് പ്രീമിയം എക്സാംസിന് തന്നെ പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ, കാരണം ഈ മറ്റ് എക്സാംസിനും നമ്മൾ തയ്യാറെടുക്കുക. കാരണം UPSC പോലുള്ള എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികളുടെ കഴിവ് കുറവ് കൊണ്ടാണ് ജയിക്കാത്തതെന്ന് ഞാൻ പറയില്ല. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലും ഒത്തിരി കഴിവുള്ള കുട്ടികൾ പലപ്പോഴും കിട്ടാതെ വരും നമ്മൾ കണ്ടിട്ട്. അതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ വേക്കൻസി വളരെ കുറവാണ്. 10-12 ലക്ഷം കുട്ടികൾ അപ്ലൈ ചെയ്യുകയും 5-6 ലക്ഷം കുട്ടികൾ എഴുതുകയും ചെയ്യുന്നൊരു പരീക്ഷയിൽ വേക്കൻസി 1000-1100 വരത്തുള്ളൂ. കഴിഞ്ഞ വർഷം 960 വേക്കൻസി, ആവറേജ് 1000. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ പ്രീമിയം കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ 1% താഴെ ഓപ്പണിംഗ് ഉള്ളൂ. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, ഓപ്പണിംഗ് ഇല്ല, 1% ഇല്ലല്ലോ, 1% താഴെ വരും. 0.1%. എല്ലാ പ്രീമിയം കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും അങ്ങനെ. കാരണം അതുപോലുള്ള പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. ഇപ്പം നീറ്റ് എടുത്താലും JEE എടുത്താലും എല്ലാം 10, 25, 26 ലക്ഷം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതല്ലേ. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞൊരു പ്രശ്നം എല്ലായിടത്തും വലിയ തസ്തികകളിലേക്ക് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു സിവിൽ സർവീസ് പരീക്ഷയുടെയൊക്കെ പ്രത്യേകത, അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ പ്രത്യേകത, റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ആയിക്കഴിഞ്ഞു. പിന്നീടുള്ള നിങ്ങളുടെ ട്രെയിനിങ് ആകട്ടെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ്, നിങ്ങളുടെ യാത്രകൾ ഗവൺമെൻറ് ചിലവിലാണ്. നിങ്ങളൊരു മികച്ച അല്ലെങ്കിൽ ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യുക. പക്ഷെ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനത്തിനെ സേവിക്കുന്നതിനുള്ളതാണ്. അല്ലാതെ വലിയ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഗവൺമെൻറ് ഈ മെക്കാനിസം മുഴുവൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി തരുന്നത് നിങ്ങളെല്ലാ ഇഷ്യൂവിലും ഇടപെടുന്നവരാണ്. ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ഉള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആവശ്യമാണ്. അല്ലാതെ നിങ്ങളുടെ ഒരു ഷോ ഓഫിന് തരുന്നതല്ല. അത് നിങ്ങൾക്ക് അത്രയും വലിയൊരു ഓഫീസ് തരുവാണ്. കളക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഓഫീസാണ്. അത് നമ്മൾ ഏതെടുത്ത് നോക്കിയാലും, അത് പോലീസിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും ടെലികോമിലാണെങ്കിലും റവന്യൂവിലാണെങ്കിലും GST എനിത്തിങ്, ഇവിടെയെല്ലാം നമുക്ക് തരുന്ന ഒരു വലിയ ഓഫീസും വലിയൊരു സന്നാഹവും ഒരു രാജ്യത്തിൻ്റെ നേരായ നടത്തിപ്പിന് വേണ്ടിയിട്ട് തരുന്നതാണ്. അപ്പോൾ ഇത് എങ്കിലേ നമ്മൾ റിയൽ സിവിൽ സെർവൻസ് ആകത്തുള്ളൂ. സെർവ് ദ സിവിലിയൻസ്, അതാണ് ആ കോൺസെപ്റ്റ്. അപ്പോൾ അതിനുള്ളൊരു മാനസികാവസ്ഥയുള്ളവരാണ് ഇതിന് വരേണ്ടതും. അല്ലാതെ ഈ ബംഗ്ലാവും വലിയ കാറും പോലീസും പത്രാസും കണ്ട് വരുന്നവർ ഇതിന് വന്നാൽ, പവർ കണ്ട് വന്നാൽ അത് ഈ സമൂഹത്തിന് നാശമാണ്. അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനമൊന്നുമില്ല.